കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് DGP. DGPയുടെ മുമ്പാകെ ഉയർന്നു വന്ന ആരോപണത്തിൽ സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ DGPയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, DGPയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ADGPയുടെ പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇത് വളരെ കൃത്യമാണ്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയല് വന്നപ്പോൾ ഒരു കാരണവശാലും അത് വെച്ച് താമസിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഉടനെ ഏതാനും മിനിറ്റുകൾക്കകത്ത് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകത്ത് തീരുമാനമെടുത്ത് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഗവൺമെന്റ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് നടപടികൾ കൃത്യതയോടുകൂടി തന്നെ സ്വീകരിക്കും എന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് തുടരുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ, അപ്പോഴാണ് വിജിലൻസ് സാമ്പത്തിക കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യക്തത വരുത്താൻ കഴിയുക. അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഗവൺമെന്റിന്റെ നിലപാട് വളരെ തുറന്ന മനസ്സോടുകൂടിയുള്ളതാണ്. അല്ല, ഈ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾക്കെതിരായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട്. മുന്നണിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകി അത് ഫോളോ ചെയ്ത് മുന്നണി അതിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്നു പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ, അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇന്ന് ഈ ഒരു വർഷം അടുക്കുന്നുണ്ട്. ഈ സാഹചര്യം ഒരു വർഷമായി, ഒരു വർഷം ആകാൻ പോകുന്നു. അടുത്ത പൂരത്തിന് സമയം, അടുത്ത പൂരം വരട്ടെ. അപ്പോ ഒരു വർഷം ഒരാഴ്ചക്കകം എന്ന് പറഞ്ഞിട്ട് ഇത്ര കാലമായിട്ടും അതിനകത്ത് ഒരു ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അത് നിയമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പഴുതു കൊടുക്കാത്ത നിലയിൽ എല്ലാ പഴുതുകളും അടച്ച് നടപടി സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ആ നിലയിൽ കാത്തിരുന്ന്, ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഗവൺമെന്റ് കുറ്റവാളികളെ സഹായിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ പറ. CPI നിലപാട് വേറെ. ഞാൻ ഒരു LDFന്റെ പോകുന്ന ഒരു പാർട്ടിയാണത്. ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിലപാട് പറഞ്ഞത് വരും. അതാണ് തീരുമാനം എന്നുള്ള നിലയിൽ നിങ്ങൾ കാണരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലല്ലോ നടപടി എടുക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് പറയാൻ കഴിയുക. ഈ പ്രശ്നത്തിൽ ഇത് ഭരണപരമായ നടപടിയാണ്, നിയമപരമായ നടപടിയാണ്. ആ നിയമപരമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതാണ് ശരി. ഏത് ഇടപെടല്? അല്ല, അതില്ല. അത് തൃശ്ശൂർ പൂരം വേറെ. തൃശ്ശൂർ പൂരങ്ങൾ പെട്ടെന്ന് തൃശ്ശൂർ പൂരത്തിലേക്ക് ചാടിയത് കൊണ്ടാണ്. തൃശ്ശൂർ പൂരത്തിന്റെ LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.